സിനിമയാണ്. ഇപ്പൊ ഞാൻ തന്നെ പറയുകയാണ്. പിഗ്മാൻ എന്നാണ് സിനിമയുടെ പേര്. അവിരാർ റബേക്ക എന്നാണ് സംവിധായകന്റെ പേര്. അത് പടം റിലീസാകുന്നത് ആക്ച്വലി 2013 അതിന് കുറച്ച് നാൾ മുമ്പാണ്. അതിൽ ഡേറ്റോ കാര്യങ്ങളോ ഇപ്പൊ ഇത്രയും വർഷമായതുകൊണ്ട് എനിക്ക് എക്സാക്ട് അവിടെ അന്വേഷിച്ചാൽ മാത്രം നിങ്ങൾക്ക് ആ ടെക്നിക്കൽ സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ആ സമയത്ത് ആദ്യത്തെ ദിവസമാണ് ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു പന്നി വളർത്തൽ കേന്ദ്രമാണ്. എനിക്ക് തോന്നുന്നു ഒറിജിനലി അവിടെ പന്നി വളർത്തൽ ഉണ്ടായിരുന്നു, കുറെ അങ്ങോട്ട് പന്നിയൊക്കെ ഉണ്ടായിരുന്നു. അതൊരു ബിൽഡിങ്, ഒരു വലിയ ഏരിയ ആണ്. എന്നിട്ട് ഒരു സൈഡിലേക്ക്, ലെഫ്റ്റ് സൈഡിലേക്ക് പിന്നെ ഒരു 2-3 കുഞ്ഞു കുഞ്ഞു റൂമുകൾ, അങ്ങോട്ട് ടോയ്ലറ്റ് സൗകര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു പഴയ ബിൽഡിംഗ്, ഒത്തിരി പഴയ ബിൽഡിംഗ്. രമ്യ നമ്പീശൻ ഉണ്ടായിരുന്നു അന്ന്. രമ്യ നമ്പീശനാണ് നായിക. അപ്പം ഈ അവിരാർ റബേക്ക സാർ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് സാർ പറഞ്ഞത് പിന്നെ എനിക്കിപ്പോ ഈ സാധാരണഗതിയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ വന്ന സാധാരണ ലൊക്കേഷനിൽ ഒരു പരിഗണനയൊന്നും കിട്ടത്തില്ല. അതായത് ഇപ്പൊ ഡയറക്ടർ വന്ന് ഷേക്കാൻ കൊടുക്കും. വലിയ നടികളൊക്കെ വരുമ്പോൾ പോയിട്ട് ഭയങ്കരമായിട്ട് ഷേക്കാൻ കൊടുക്കും. പക്ഷെ ജൂനിയർ ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ അവർക്ക് പുച്ഛമായിരിക്കും. സത്യമാണ്. ഇനിയിപ്പോ ആർക്കെങ്കിലും തട്ടിയാലും ശരി തന്നെയാണ്. അപ്പൊ പക്ഷെ എനിക്ക് ഈ സോഷ്യൽ വർക്കറൊക്കെ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ബേക്കിൽ നിൽക്കാനല്ല, ഇച്ചിരി അങ്ങോട്ട് അടുത്തോട്ട് ചെല്ലും സാറിനൊക്കെ വിളിച്ചപ്പോ. അപ്പൊ സാറ് ഷേക്കാൻ തന്നു. ആഹാ, സോണിയ വന്നല്ലോ, ഇതാണ് ജയസൂര്യ, ഇതാണ് ഈ പടത്തിലെ ഹീറോ, ഇതാണ് രമ്യ നമ്പീശൻ എന്ന് പറഞ്ഞ് രമ്യ നമ്പീശനെ പരിചയപ്പെടുത്തുന്നു. പുള്ളിക്കാരി ഒരു വലിയ ലാപ്ടോപ്പ്, ഇപ്പോഴാണല്ലോ നമുക്ക് ചെറിയ ലാപ്പായത്, അന്ന് കുറച്ചുകൂടി വലിയ ലാപ്ടോപ്പിലാണ് പുള്ളിക്കാരി അന്ന് എന്തൊക്കെയോ ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ എന്നാലും ഹായ് സോണിയ എന്നാക്കി പരിചയപ്പെട്ടു. പുള്ളിക്കാരി അതിൽ ഇങ്ങനെ ഇരുന്നു, ലാപ്പിൽ കളിച്ചുകൊണ്ടിരുന്നു. ജയസൂര്യ ഇങ്ങനെ ഹായ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ എങ്ങോട്ടോ പോയി, ഞാൻ കണ്ടില്ല. അപ്പം പ്രൊഡക്ഷൻ കൺട്രോളറോ മേക്കപ്പിൽ ആരോ പറഞ്ഞു താങ്കളുടെ സീനും ആകാറായി, അപ്പൊ പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്തു. ഓഫീസ് സ്റ്റാഫായിട്ടാണ്. അപ്പം പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയിക്കോളൂ, ഫസ്റ്റ് ഷോട്ടിൽ ഇങ്ങനെ ഒരു ഓഫീസാണ്, അപ്പൊ ചെയറിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പോയിട്ട് ഞാൻ ഇവിടുന്ന്, എനിക്ക് തോന്നുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലൊക്കേഷനിലേക്ക് തന്നെയാണ് പെട്ടി ഇതൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പൊ അവിടെ നിന്ന് പോയി ഡ്രസ് ചേഞ്ച് ചെയ്തു, മേക്കപ്പും ചെയ്തു. അപ്പൊ നമ്മൾ എപ്പോഴും ഷോട്ടിന് കയറുന്നതിന് മുമ്പ് ചിലപ്പോൾ കുറെ ടൈം ക്യാമറയുടെ ബിഹൈൻഡ് ഇരിക്കുമ്പോൾ നമ്മൾ വാഷ്റൂമിലൊക്കെ പോകണമല്ലോ. അപ്പം നേരത്തെ വെള്ളമൊക്കെ കുടിച്ച് വാഷ്റൂമിലൊക്കെ പോയി സെറ്റ് ആയിട്ടായിരിക്കും നമ്മൾ അഭിനയിക്കാൻ പോയി നിൽക്കുക. എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ മേക്കപ്പും കോസ്റ്റ്യൂമും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്നില്ല, ആരാണെന്ന് കാണുന്നില്ല. അൺഎക്സ്പെക്റ്റഡ്ലി ഒരാൾ നമ്മളെ ഹോൾഡ് ചെയ്യാണ്. അപ്പോഴാണ് നോക്കുമ്പോൾ ഇത്രയും വലിയൊരു നടനാണ്. അപ്പൊ ഞാൻ കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് പല മീഡിയയിലും പറഞ്ഞിരുന്നു, പല ഇന്റർവ്യൂവിലും കൊടുത്തു. അതാണ് തുടക്കം. ആ നടന്ന സംഭവത്തിൽ അപ്പൊ തന്നെ ഞാൻ പിടിച്ചു തള്ളുമ്പോൾ ഞാൻ കരയുന്നുണ്ടായിരുന്നു. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആകുമ്പോൾ നമുക്ക് പേടിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ കണ്ണ് മേക്കപ്പാണ് ഫുള്ള്. അപ്പൊ ഇങ്ങനെ കണ്ണുനീര് വന്ന് ഇങ്ങനെ തള്ളി പെട്ടെന്ന് അയ്യോ എന്നാക്കിയിട്ട് ഉറക്കെന്ന് നിലവിളിക്കുന്ന വലിയ അറ്റാക്കോ കാര്യങ്ങളൊന്നുമില്ല. മീഡിയ ആവശ്യമില്ലാതെ ഞാൻ പറയുന്ന വാക്കല്ലാതെ വളച്ചൊടിക്കരുത് എന്നുള്ളൊരു ഇതുണ്ട്. കാരണം ഞാൻ പറയുന്ന സത്യം മാത്രമേ മീഡിയയും കൊടുക്കാവുന്നുള്ളൊരു വലിയ റിക്വസ്റ്റ് ആണ്. അത് ഏത് വ്യക്തിയായാലും വെറുതെ ഒരാൾക്ക് മേലെ ഇല്ലാത്ത ആരോപണം ഉന്നയിക്കാനും അങ്ങനെയൊന്നും എന്നെ കിട്ടത്തില്ല. അപ്പം പുള്ളിയെ തള്ളിയപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ബലമല്ല ആൾക്ക്, നല്ല ബലമുള്ള കൈയാണ്. അപ്പം ശരിക്കും വന്ന് ഹോൾഡ് ചെയ്തപ്പോൾ ഞാൻ പേടിച്ചിട്ട് ഇങ്ങനെ തള്ളിയപ്പം പുള്ളി 2 സ്റ്റെപ്പ് ബാക്കിലോട്ട് മാറി. അപ്പൊ ഞാൻ പറഞ്ഞു ദിസ് ഈസ് നോട്ട് ഫെയർ, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ എത്ര വലിയ നടനും ആയിക്കോട്ടെ വിത്തൗട്ട് മൈ കൺസെന്റ് ഇപ്പൊ ഇങ്ങനെ ചെയ്തത് എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു വെരി സോറി, എനിക്കങ്ങ് പെട്ടെന്ന് അങ്ങ് പറ്റിപ്പോയതാണ്, പെട്ടെന്ന് പറ്റിയതല്ല, എനിക്ക് താങ്കളുടെ സോഷ്യൽ സർവീസും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മനസ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, നിങ്ങൾ എല്ലായിടത്തും ഇങ്ങനെ അങ്ങനെയല്ല, സോണിയന് പ്രത്യേക ഒരു ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുമല്ലോ കൂടുതൽ ഇങ്ങനെ. അത് സ്വാഭാവികമായിട്ടും ബട്ടറിങ് ചെയ്ത ആൾക്കാർ പറയും. ആ ഒരു രീതിയിൽ പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു ബ്ലാക്ക് ടീഷർട്ടും ഒരു ദുബായിൽ നിന്ന് കിട്ടിയൊരു ബ്ലാക്ക് ടീഷർട്ടും ഒരു ബ്ലൂ ജീൻസും ആണെന്നാണ് ആ സിനിമ. ഞാൻ ആരൊക്കെയോ ഫേസ്ബുക്കിലൊക്കെ അത് കോപ്പി ചെയ്തിട്ടേക്കുന്നുണ്ട്, എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല ടൈം കൃത്യമായിട്ട് കളറ്. അപ്പൊ ഞാൻ ആ സിനിമ തിയേറ്ററിൽ കണ്ട ഓർമ്മ എനിക്കില്ല, വെരി സോറി. കാണാത്ത വേറൊന്നുമല്ല, ആ സമയത്ത് എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രസ്സാണ്. അപ്പൊ എൻ്റെ അടുത്ത് ആ ഡ്രസ്സിനെ കുറിച്ചും ആള് പറയുന്നുണ്ട്, ഈ ഡ്രസ്സും നിങ്ങളുടെ ഒരു സ്വഭാവവും അങ്ങ് പറ്റിപ്പോയതാണെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ മാപ്പ് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ തന്നെ ഇതെല്ലാം 2 മിനിറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ക്രൂസ് എല്ലാം എനിക്ക് തോന്നുന്നു അടുത്ത ബിൽഡിംഗ് ആണ്. എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് കാണാന്ന് വെച്ചാൽ ഈ ബിൽഡിംഗ് ഇങ്ങോട്ടും ആ ഷൂട്ട് കിടക്കുന്ന സ്ഥലം കാട്ടുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് രമ്യ നമ്പീശന് അപ്പുറത്തെ റൂമിൽ ആ സൈഡിലുണ്ട് കോസ്റ്റ്യൂമിന്റെ ആൾക്കാരുണ്ട്. ഓരോരോ മുറികളാണ്, ചെറിയ ചെറിയ പഴയ ബിൽഡിംഗ് മുറികളാണ്. അപ്പൊ ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിപ്പോ ആരും കണ്ടിട്ടില്ല, ഇനിയിപ്പോ ഇതിനെ ഒരു വിഷയം ആക്കുമോ, സാറിനോട് പറയുമെന്ന് ചോദിച്ചു. അതായത് സംവിധായകൻ അവിരാർ ബേക്കയോട്. ഞാൻ പറഞ്ഞു അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇത്രയും വലിയ നടനല്ലേ, അവരുടെ
ഒരു ഇമേജ് അങ്ങനെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇല്ല, എനിക്കൊരു ചെറിയൊരു ടെൻഷനുണ്ട്, അഭിനയിക്കാൻ വന്നാണ്, ഫസ്റ്റ് വന്നാണ് ഈ ലൊക്കേഷനിൽ, എനിക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം കൂളാകുക, കണ്ണീരൊക്കെ തുടച്ചിട്ട് ഒന്നുകൂടെ പോയി മേക്കപ്പ് ഒക്കെ ചെയ്ത് കൂളായിട്ട് വാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. ഇനി നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും, ഒരു കാര്യത്തിലും ഞാൻ ഇനി ടച്ച് പോലും ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 3-4 ദിവസം നമ്മൾ അവിടെ ഉണ്ടായിരുന്നു, അഭിനയിച്ചിട്ടുണ്ട്. വേറെ ആരും ഒരു ബുദ്ധിമുട്ടും തന്നിട്ടില്ല, ഉള്ള പൈസയൊക്കെ മേടിച്ച് വീട്ടിൽ വന്നു.